ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്രസ് എൻട്രി അല്ലെ PNP തുടങ്ങിയ സ്ട്രീമുകളിൽ ക്വാളിഫൈഡ് ആകാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ സമയമെടുക്കുന്നവരൊക്കെ കാനഡയിലോട്ട് എളുപ്പത്തിൽ വരാൻ ശ്രമിക്കുന്ന ഒരു മാർഗമാണ് LMIA ബേസ്ഡ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. LMIA എന്ന വാക്കിന്റെ എക്സ്പാൻഷൻ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്നാണ്. അതിന്റെ ലിറ്ററൽ മീനിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. എന്നാലും കാനഡയിലോട്ട് ഒരു വർക്ക് പെർമിറ്റ് ഒരാൾക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ വ്യക്തി കനേഡിയൻ എക്കണോമിയിൽ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫ് വേണം. അതാണ് ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു NOC ആണ്, ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടെ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഒരു NOC ആയിട്ട് വേണ്ടി അതിനെ പരിഗണിക്കാം. ഈ വ്യക്തിനെ കാനഡയിലോട്ട് വർക്ക് പെർമിറ്റിൽ കൊണ്ടുവരുന്നതിൽ കാനഡയിലെ ഗവൺമെന്റ് ഏജൻസികൾക്ക് ഒരു വിരോധമില്ല എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്. സോ ഈ LMIA എന്ന പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനായിട്ട് എംപ്ലോയേഴ്സ് ആണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അല്ലെ എംപ്ലോയേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സോ കൺസൾട്ടൻസോ ആണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒക്യുപ്പേഷനിൽ ഏതെങ്കിലും ജോലികളിലൊക്കെ ആളുകളെ കാനഡയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കാനഡയ്ക്ക് വെളിയിൽ നിന്നും ആളുകളെ കൊണ്ടുവരണം എന്ന് എംപ്ലോയേഴ്സ് ഡിക്ലെയർ ചെയ്ത് അതിന്റെ ബേസിസിൽ എംപ്ലോയേഴ്സിന് കൊടുക്കുന്ന ഒരു NOC അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പെർമിഷൻ ആണ് LMI എന്ന് പറയുന്നത്. സോ അങ്ങനെ പെർമിഷൻ എടുത്ത് അങ്ങനെ LMI അപ്രൂവൽ എടുത്തതിന് ശേഷം കാനഡയ്ക്ക് വെളിയിൽ നിന്ന് ഒത്തിരിയധികം ആളുകൾക്ക് കാനഡയിലോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അധികം ആളുകൾ കാനഡയിലോട്ട് ഇത്തരത്തിൽ വരുന്നത് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് വരാറുണ്ട്, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വരാറുണ്ട്, ഫോർ എക്സാമ്പിൾ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിൽ വരാറുണ്ട്, കുക്സ് ആയിട്ടുള്ളവരും ഡിഷ് വാഷേഴ്സ്, അങ്ങനത്തെ പല പല ജോലികളിലെ ആളുകൾ വരാറുണ്ട്. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്, വെൽഡേഴ്സ് വരാറുണ്ട്, ഫാബ്രിക്കേറ്റേഴ്സ് വരാറുണ്ട്, അങ്ങനെ ടെക്നിക്കൽ ജോലികൾ എഞ്ചിനീയേഴ്സ് ധാരാളം വരാറുണ്ട്. ഇതെല്ലാം ഇതുപോലെ LMIA ഓതറൈസേഷൻ എടുത്തിട്ട് കാനഡയിലോട്ട് വരുന്ന ആളുകളാണ്. സോ LMI എന്ന് പറയുന്നത്, ഞാൻ ഒന്നും കൂടെ അത് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, കാനഡയിലോട്ട് വർക്ക് പെർമിറ്റിൽ വരാനുള്ള ഒരു പ്രത്യേക പെർമിഷൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് LMI, അല്ലെങ്കിൽ ഒരു NOC ആണ് LMI എന്ന് വേണമെങ്കിൽ പറയാം. LMIയുടെ മറ്റൊരു അഡ്വാൻറ്റേജ്, ചില കാറ്റഗറീസ് ഓഫ് LMI തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ചില കാറ്റഗറീസ് ഓഫ് LMIs എക്സ്പ്രസ് എൻട്രി ആപ്ലിക്കേഷനിൽ അഡീഷണൽ പോയിന്റ്സ് അവാർഡ് ചെയ്യും. അത് ബോണസ് പോയിന്റ്സ് കിട്ടും എക്സ്പ്രസ് എൻട്രി ആപ്ലിക്കേഷനിൽ. അത് 50 പോയിന്റ്സ് ആകാം, 200 പോയിന്റ്സ് ആകാം, ഡിപ്പെൻഡ് ഓൺ ദ സ്കിൽ ലെവൽ. പല സ്കിൽ ലെവലിലും പല പോയിന്റ്സ് ആണ്. ഒരു 50 പോയിന്റ്സ് തൊട്ട് 200 പോയിന്റ്സ് വരെ എക്സ്പ്രസ് എൻട്രിയുടെ CRS സ്കോറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും ചില കാറ്റഗറീസ് ഓഫ് LMIs. അങ്ങനെ LMI കിട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് PR അപ്ലൈ ചെയ്യുമ്പോൾ അഡീഷണൽ 50 പോയിന്റ്സ് കിട്ടുകയും അവർ എക്സ്പ്രസ് എൻട്രി ഡ്രോയിൽ ഇൻവിറ്റേഷൻ കിട്ടാനുള്ള സാധ്യതയിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ PR കിട്ടി കാനഡയിലോട്ട് വരുന്നവരുണ്ട്. സോ ഇതാണ് LMIയുടെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്.